BaBu Monz TeChzലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കളർ OS എന്ന് പറഞ്ഞൊരു OSനെ പറ്റിയിട്ടാണ്. നമ്മുടെ ഓപ്പോ പിന്നെ ഏതാ ഇപ്പോൾ OnePlusൽ വരാൻ പോകുന്ന OS ആണ്. അതിൽ നിന്ന് ഓക്സിജൻ OS മാറ്റിക്കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ കളർ OSൻ്റെ ലേറ്റസ്റ്റ് വേർഷനാണ് 12. ഓക്കെ, അത് ആൻഡ്രോയിഡ് 12 ബേസ്ഡും ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ നമ്മൾ പറയുന്നതിന് മുമ്പേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടേക്ക്. ഓക്കെ, അപ്പോൾ ഈ ആൻഡ്രോയിഡ് 12 എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ 5 ദിവസം മുമ്പ് ഇറങ്ങിയത്, ഒക്ടോബർ 5 ഒക്ടോബർ 4 ആ സമയത്താണ് ഇറങ്ങിയത്. ഓക്കെ, അപ്പോൾ അത് ബേസ്ഡാണ് ഈ കളർ OS 12. ഓക്കെ, അപ്പോൾ കുറേ അപ്ഡേറ്റ്സും കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചേഞ്ചസ് എല്ലാം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ആയിട്ട് ആരെങ്കിലും ഓപ്പോൻ്റെ ഏതെങ്കിലും ഒരു ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത് ഈ സെയിലിൻ്റെ ഫ്ലിപ്കാർട്ട് സെയിൽ, ആമസോൺ സെയിൽ, അല്ലെങ്കിൽ 2019 കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും ഓപ്പോൻ്റെ ഏതെങ്കിലും ഫോൺ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കളർ OS 12 അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ ആമസോണിൽ നിന്ന് ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ട് ഓപ്പോൻ്റെ. അപ്പോൾ അതിപ്പോൾ വാങ്ങിയിട്ട് 3-4 ദിവസമായിട്ടുള്ളൂ. അതിൽ തന്നെ 4.52 GB വരുന്ന കളർ OSൻ്റെ അപ്ഡേറ്റ് വന്നിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ സെയിലിൽ ആരെങ്കിലും ഓപ്പോൻ്റെ ഫോൺ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 1-2 ദിവസത്തെ നെറ്റ് അവിടെ മാറ്റി വെച്ചോളൂ. എന്താ വെച്ചാൽ 4 GB ഫയലാണ്. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ചെയ്യണം. ഇല്ലെങ്കിൽ വേറെ തന്നെ ഡാറ്റ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് ഇതിൻ്റെ ചേഞ്ചസിന് ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അപ്ഡേറ്റ്സിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് യൂസർ ഇൻ്റർഫേസ് UI. അപ്പോൾ UIനെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഈ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത്ര വ്യത്യാസമൊന്നും മനസ്സിലാവില്ല. ഓക്കെ, ഹോം സ്ക്രീൻ സാധാരണ ഹോം സ്ക്രീൻ പോലെ തന്നെ, പക്ഷേ ഡ്രോയിഡ് ഒന്ന് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് പോലെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇതിൻ്റെ കുറച്ച് ബ്ലോട്ടേഡ് സംഭവം ഉണ്ടാകും, പക്ഷേ ഒരു സ്റ്റോക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകും. ഓക്കെ, പിന്നെ ഇതിൻ്റെ മെയിൻ ചേഞ്ച് മനസ്സിലാവണമെങ്കിൽ നോട്ടിഫിക്കേഷൻ പാനൽ നമ്മൾ തുറക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനൽ തുറന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ചേഞ്ച് ഉണ്ട്. എന്ന് വെച്ചാൽ നല്ല എന്താ പറയുക, ക്ലീൻ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള എല്ലാ ഐക്കൺസും സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ എന്താ പറയുക, എല്ലാം കഴിഞ്ഞ വർഷത്തെ കളർ OSലെല്ലാം വേർഷനിൽ ഓക്കെ എല്ലാം കുറച്ച് അടുപ്പിച്ചിട്ടായിരുന്നു. ഇതിൽ കുറച്ച് സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഐക്കൺസിൻ്റെ കുറച്ച് ഡിസൈനിലെല്ലാം കുറച്ച് മാറ്റം വരുത്തിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ സ്മൂത്ത്നെസ്സും കുറച്ച് നല്ല കിടിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സിലാണ് അടുത്ത പോയി നോക്കേണ്ടത്. സെറ്റിങ്സിൽ പിന്നെയും വേറെ വ്യത്യാസമാണ്. ഓക്കെ, സെറ്റിങ്സിൽ ഫുൾ ഐക്കൺസും പിന്നെ അതിൻ്റെ ഒരു ലേഔട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പോഴത്തേൽ ഭയങ്കരമായിട്ട് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കളർ OS പേര് പോലെ തന്നെ ഇതിൻ്റെ കളർ അതേപോലെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഫുൾ കസ്റ്റമൈസേഷൻ. അപ്പോൾ അടുത്ത നമ്മൾ കസ്റ്റമൈസേഷൻ നോക്കാം. അപ്പോൾ കസ്റ്റമൈസേഷനിൽ എന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമൈസ് എന്ത് വേണമെന്ന് വെച്ചാൽ ഏത് സാധനത്തിന് ഇങ്ങനത്തെ കളറാണെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ സെറ്റിങ്സ്, ബട്ടൺസ്, ഐക്കൺസ് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഫുള്ളായിട്ട് അതിൻ്റെ തീം എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഓക്കെ, പിന്നെ വേറൊരു സംഭവമാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ഇത് നമ്മുടെ കളർ OS 11 ഉണ്ടായിരുന്നു, ഇതിലുമുണ്ട്. പക്ഷേ ഇതിൽ കുറച്ചും കൂടി കുറേ ടൈപ്പുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് നമ്മുടെ വാൾപേപ്പർ. അപ്പോൾ വാൾപേപ്പർ ഇതിൽ ഒരു പുതിയൊരു ഫീച്ചർ വന്നത് ഇതിലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ആ കളർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ നല്ല വാൾപേപ്പർ സജസ്റ്റ് ചെയ്യും. ഇതിൻ്റെ AI ഒരു സംഭവമാണ്, അത് AI വെച്ചിട്ടുള്ള സംഭവമാണ്. അതൊരു കിടിലൻ സംഭവമാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ആനിമേഷൻസ്. ഓക്കെ, ഇപ്പോൾ ആനിമേഷൻസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ആനിമേഷൻ പഴയ ഓപ്പോ UIലെല്ലാം ആനിമേഷൻസ് ഉണ്ട്, പക്ഷേ ഇതിൽ ആനിമേഷൻസിൻ്റെ എന്താ പറയുക ഒരു സ്മൂത്ത്നെസ് കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പോ എന്ന് പറയുന്നത് വെച്ചാൽ ഓപ്പോൻ്റെ ആനിമേഷൻ്റെ എന്തോ ഒരു ഫീച്ചറിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ഓപ്റ്റിമൈസ്ഡ് ഫീച്ചർ അങ്ങനെ എന്തോ ആയിട്ടാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഐക്കണിനെ പിടിച്ച് നമ്മൾ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഞെക്കുന്ന സമയത്ത് ഒന്ന് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓപ്ഷൻസ് കാണിക്കും. ഓക്കെ, അപ്പോൾ ഈ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ഇത് ഒരു വെയിറ്റ് കൊടുക്കും. അതിന് എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പോസ് പോലെ ഇത് നിങ്ങൾ ഓപ്ഷൻസ് കാണിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ മൂവ് ചെയ്യാൻ പോകുന്നത് അങ്ങനത്തെ ഒരു വെയിറ്റ് കൊടുക്കും. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മളെ ബാറ്ററി ഒപ്റ്റിമൈസേഷൻസ്. അപ്പോൾ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നുമല്ല. ഈ കുറേ ആനിമേഷനും കുറേ ഫീച്ചർ തന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാം തോന്നും ഇത് കുറേ ചാർജിങ് വലിച്ചെടുക്കും. ഓക്കെ, പക്ഷേ ഈ അപ്ഡേറ്റിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഓപ്പോ ഫോണിൽ കിട്ടുന്ന ബാറ്ററിൻ്റെ കാട്ടും കൂടുതൽ ടൈം കിട്ടും, 12 മിനിറ്റ് കൂടുതലാണ് കിട്ടുന്നത്. അങ്ങനെയാണ് ഓപ്പോ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബാറ്ററീൻ്റെ ഒരു ഇഷ്യൂ വരില്ല, അതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അപ്ഡേറ്റ് ചെയ്യും. ഇനി അടുത്ത സംഭവമാണ് നമ്മുടെ ഫയൽ മാനേജർ. അപ്പോൾ ഈ ഫയൽ മാനേജർ എന്ന് പറഞ്ഞത് ചെറിയൊരു ആപ്പാണ് നമ്മളെ ഫോണിലുള്ളത്, അധികം ഉപയോഗിക്കൽ പോലും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ ഫോണിലുള്ള എന്തെല്ലാം ഫോൾഡേഴ്സ്, ആപ്പിൻ്റെ ഡാറ്റ, സംഭവം, ക്യാമറത്തെ ഫോട്ടോകൾ എല്ലാം ഇതിൽ തന്നെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ എന്താ വെച്ചാൽ ഒരു ആൻറ്റിവൈറസിൻ്റെ സംഭവം കൂടി വന്നിട്ടുണ്ട്, അവാസ്റ്റിൻ്റെ പേരുള്ളത്. അതിനെക്കൊണ്ട് ആൻറ്റിവൈറസിൻ്റെ ഇതൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട, വൈറസ് എന്തെങ്കിലും ഉണ്ട് അത് കണ്ടുപിടിച്ചോളൂ, അവിടെ സ്കാൻ ചെയ്താൽ മതി. പിന്നെ ഫയൽ മാനേജറിൻ്റെ ലേഔട്ട് ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ഇപ്പോൾ എന്താ പറയുക, നല്ല ക്ലീൻ ലേഔട്ടാണ്.
പിന്നെ അതിൽ തന്നെ ഈ പഴയ ഫയൽസ് ഇതെല്ലാം ക്ലീൻ ചെയ്യേണ്ട സംഭവം എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒപ്റ്റിമൈസ് ചെയ്യേണ്ട എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഫയൽസ് ഒപ്റ്റിമൈസേഷൻ, സ്പീഡ് കൂട്ടാൻ അതെല്ലാം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത സംഭവമാണ് സ്ക്രീൻഷോട്ടിൻ്റെ. അപ്പോൾ സ്ക്രീൻഷോട്ടിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മളെ പഴയ 3 ഫിംഗർ സ്ക്രീൻഷോട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ക്രീൻഷോട്ടിൽ വേറെ ടൈപ്പ് സ്ക്രീൻഷോട്ട്സും കൊടുത്തിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് ഒരു സ്ക്രീൻഷോട്ടിനകത്ത് അതെന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോയിലോ എന്തെങ്കിലും നിങ്ങൾ വായിക്കുന്ന സ്ഥലത്ത് തന്നെ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് തന്നെ ഗൂഗിൾ ലെൻസിൽ കറക്റ്റ് പോയിട്ട് അവിടെ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ലാംഗ്വേജ്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ നിയർ ബൈ ഷെയർ. ഓക്കെ, അപ്പോൾ നിയർ ബൈ ഷെയർ എന്ന് വെച്ചാൽ വൈഫൈൻ്റെ ആയിട്ടും പാസ്വേഡ് കൊടുക്കുന്നില്ല, ആദ്യം QR കോഡ് സ്കാൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇതിലെന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഷെയർ അടിച്ച് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് വഴി ഷെയർ ആയിക്കോളും ഏതെങ്കിലും ബ്ലൂടൂത്ത് എനേബിൾ ഡിവൈസസ് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ കളർ OS 12ൻ്റെ അവസാനത്തെ ഫീച്ചറാണ് ലാംഗ്വേജ് സപ്പോർട്ട്. അപ്പോൾ നമ്മുടെ കളർ OSൽ കുറേ ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം കൂടുതൽ, കഴിഞ്ഞ വർഷത്തിൽ 21 അങ്ങനെ എന്താണ് ലാംഗ്വേജ്, നേറ്റീവ് ലാംഗ്വേജ് കൊടുത്തത്. ഇപ്പോൾ അതിൻ്റെ ആയിട്ട് കൂടുതലാണ്. മലയാളമുണ്ട്, ഹിന്ദി ഉണ്ട്, ഗുജറാത്തി, തമിഴ്, അങ്ങനത്തെ കുറേ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മലയാളമല്ലേ വേണ്ട, അപ്പോൾ നമുക്ക് മലയാളമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ആരുടെ ഓപ്പോൻ്റെ ഫോൺ ഉള്ളത് ഇല്ലേതാ ഓപ്പോൻ്റെ ഫോൺ എടുക്കാൻ പോകുന്നത്, എല്ലാവരും കളർ OS 12ലേക്ക് അപ്ഡേറ്റ് ചെയ്യുക വേഗം. ഓക്കെ, ഇതിൻ്റെ വേറെ ഫീച്ചേഴ്സ് ഞാൻ അറിയാത്ത ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക BaBu Monz TeChzലേക്ക്. അപ്പോൾ ബൈ ബൈ ഫ്രം BaBu Monz TeChz.